എന്തായാലും നിങ്ങൾ ഇച്ചിരി കൂടുതൽ ടൈം ഇടണം കേട്ടോ. ഞാൻ അത്ര ഇട്ടിട്ടില്ല, കാര്യം നല്ല ഡ്രൈ ആയിട്ടില്ല, കണ്ടറിയാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു വിശ്വാസം ആവണ്ടേ. അപ്പൊ ദേ ഞാൻ പതിയെ ഇങ്ങനെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് കണ്ട, നിങ്ങൾ എന്നെ വിശ്വസിക്കുക എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ട നല്ല. ഹായ് എവരിവൺ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ദേ ഞാൻ ഇന്ന് ഒരു എങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് വെളുക്കാം എന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ കൈ കണ്ടോ, ഒരു ടാനൊക്കെ അടിച്ച് ഡാർക്ക് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് ഈ കൈയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് കൈയുടെയും വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കുവാണ്. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് വാളൻപുളി എടുത്തിട്ടുണ്ട്. വാളൻപുളി ഇത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ടാൻ അടിച്ചിരിക്കുന്ന കൈയിലോ കാലിലോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫേസിലേക്ക് യൂസ് ചെയ്യേണ്ട. നല്ല ടാനുള്ള കയ്യിലും കാലിലും ഇത് യൂസ് ചെയ്താൽ നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കുറച്ച് വെള്ളം, വാളൻപുളി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ അതിന് കുതിർക്കാൻ വെക്കണം. കുതിർത്താൻ വെക്കുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നന്നായിട്ട് മെൽറ്റ് ആവും. അപ്പൊ എന്തായാലും ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഒരു 10 മിനിറ്റ് ഞാനിത് കുതിർക്കാൻ വെച്ചത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമ്മൾ ഇത് നന്നായിട്ട് ഈ വെള്ളത്തിൽ അലിയിപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മളിത് ഇങ്ങനെ നല്ലപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ ഈ പുളിയുടെ സംഭവമൊക്കെ ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നമ്മളിത് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. കാര്യം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. കണ്ടോ, ആ വെള്ളത്തിൽ നന്നായിട്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വെള്ളത്തിൽ ഉള്ളത് ഈ സാധനമൊക്കെ നമ്മൾ മാറ്റണം. അപ്പൊ നമ്മൾ പുളിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ ജ്യൂസ് ചേർക്കുക. ടൊമാറ്റോയുടെ നീര് ചേർക്കുക. ടൊമാറ്റോ ഇല്ലാത്തവര് നാരങ്ങ നീരാണെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനെ ലൂസായിട്ട് തേക്കാൻ പറ്റാത്തത് കൊണ്ട് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടിയും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിത് കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഫേസിലേക്ക് അധികം യൂസ് ചെയ്യാതിരിക്കുന്ന നല്ല കാര്യം. പുളി എന്ന് പറയുമ്പോൾ ഭയങ്കര എഫക്റ്റ് ഉള്ള സാധനമാണ്. അപ്പം അത് നമ്മളിത് ടൈറ്റ് ആക്കി എടുക്കണം. ടൈറ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്യണം ഇതിനകത്ത്. തൈരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. തൈര് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇച്ചിരി തൈര് യൂസ് ചെയ്യുന്നുണ്ട്. തൈരും കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുവാണ്. ഇപ്പം ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടി തൈര് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ്. കാര്യം നല്ല തിക്കായി പോയി. നമ്മുടെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പുളി തന്നെയാണ്. നമുക്ക് പുളി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ കയ്യിലേക്ക് കുറച്ച് തേക്കാം. ഞാനിപ്പം എൻ്റെ കയ്യിലേക്ക് ഒരു കയ്യിലേക്ക് നമ്മൾ ഇത് തേക്കുവാണ്. അരിപ്പൊടി തന്നെ എടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്ക്രബ് കൂടിയാണ്. അപ്പം നമുക്ക് സ്കിന്നിലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയിക്കോളും. ഇത് ഞാൻ ഇവിടം വരെയാണ് ഇടുന്നത്. ഒന്ന് കാണിച്ചു തരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറം അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ്, ഡാർക്കാണോ.
നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഏകദേശം ഇത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത്. ഉണങ്ങി കഴിഞ്ഞിട്ട് എന്തായാലും ബാക്കി ഞാൻ കാണിച്ചു തരാം. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തേക്കണം. അപ്പൊ എന്തായാലും 10 മിനിറ്റ്, ഒരു 10 അല്ല, ഇത് ഉണങ്ങുന്നതിന് എന്തായാലും ഒരു 20 മിനിറ്റ് എടുക്കും. ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മിനിറ്റ് കൊണ്ട് തന്നെ കഴുകി കളയാന്ന് വിചാരിക്കുവാണ്. കാര്യം ചെറുതായിട്ട് ഉണങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് എന്തായാലും നിങ്ങൾ ഇച്ചിരി കൂടുതൽ ടൈം ഇടണം കേട്ടോ. ഞാൻ അത്രയും ഇട്ടിട്ടില്ല, കാര്യം നല്ല ഡ്രൈ ആയിട്ടില്ല, കണ്ടറിയാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു വിശ്വാസം ആണ്ടേ. അപ്പൊ ഞാൻ പതിയെ ഇങ്ങനെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഞാൻ പതിയെ ഇങ്ങനെ കളയുക. കണ്ടോ? ഇത് കണ്ട, നിങ്ങൾ തന്നെ വിശ്വസിക്കുവാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ട നല്ല സൂപ്പറായിട്ട് എനിക്ക് തന്നെ വിശ്വാസം വരുന്നില്ല. കണ്ട, ഞാൻ നിങ്ങൾക്ക് 2 കൈയും തമ്മിൽ കണ്ട, നിങ്ങൾ നോക്കൂ, നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ട, വളരെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. കണ്ട, എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ 10 മിനിറ്റ് കൊണ്ട് കഴുകി കളഞ്ഞിട്ടുണ്ട്. കണ്ട, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. കണ്ട, 2 കൈയുടെയും വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാ അറിയാൻ പറ്റും. കണ്ടല്ലോ, കണ്ട, ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നില്ലേ? കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ടെക്നിക്ക്. നമ്മുടെ പുളിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. കണ്ട, ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും റിസൾട്ടാണ്, ഞാൻ അത്രയും ഉറപ്പാണ് തരുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഞാനിത് 10 മിനിറ്റ് ആണ് വെച്ചത്. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് അതും ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ റിസൾട്ട്. കണ്ടോ, എത്ര നല്ല പോലെ തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചതാണ്. ഇത് അത്രയും റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത്. എന്തായാലും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് കമന്റ് ചെയ്ത് പറയണം. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം അത്രയും റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. അത് ഞാൻ ഉറപ്പ് തരുവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.